മക്കളെ, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്കൊരു ഫ്രാക്ഷൻ തന്നു x/y. അതിനുശേഷം ന്യൂമറേറ്ററിനോട് ഒരു നമ്പർ ആഡ് ചെയ്യുന്നു. അപ്പം ഫ്രാക്ഷൻ ഒരു വാല്യൂ കിട്ടും. പിന്നെ ഡിനോമിനേറ്ററിനോടൊരു നമ്പർ ആഡ് ചെയ്യുന്നു. അപ്പം ഫ്രാക്ഷൻ വേറൊരു വാല്യൂ കിട്ടും. അങ്ങനെ രണ്ട് ഇക്വേഷൻ എടുത്തിട്ട് സോൾവ് ചെയ്യുന്നു. ഇത് സാധാരണ നമുക്ക് മത്സര പരീക്ഷകളിലും ക്വിസ് മത്സരങ്ങളിലും ഒക്കെ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ ശ്രദ്ധിക്കുക. സി, എ ഫ്രാക്ഷൻ simplified after adding 1 to its numerator becomes 1/3. If instead 1 is added to denominator and then simplified, it becomes 1/4. What is a fraction? അതായത് ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി, ഡിനോമിനേറ്ററിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/4 കിട്ടി. ഏതാണ് ഫ്രാക്ഷൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ഫ്രാക്ഷൻ x/y ആണ് സങ്കല്പിക്കുക. ആദ്യമേ പറയുക ലെറ്റ് ദ ഫ്രാക്ഷൻ ബി x/y. ഇനി ന്യൂമറേറ്ററിനോട് ഒന്ന് കൂട്ടിയപ്പോൾ 1/3 കിട്ടി. അപ്പം നമുക്ക് ന്യൂമറേറ്ററിനോട് ഒന്ന് കൂട്ടാം. x+1/y ഈസ് ഈക്വൽ ടു 1/3. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3x + 3 ഈസ് ഈക്വൽ ടു y. അപ്പം നമുക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. സിമ്പിളാണ്, ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്തതായിട്ട് അവർ പറയുന്നത് ഡിനോമിനേറ്ററിനോട് ഒന്ന് കൂട്ടിയപ്പോൾ 1/4 കിട്ടി. അപ്പം നമ്മുടെ ഫ്രാക്ഷൻ ഈ കാണുന്ന x/y തന്നെയാണ്, മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പം നമുക്ക് ഡിനോമിനേറ്ററിനോട് ഒന്ന് കൂട്ടി. അപ്പം നമുക്ക് x/y+1 വന്നപ്പോൾ 1/4 ആയി. അപ്പം നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4x = y+1. ഇവിടുന്ന് നമുക്ക് എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് y കണ്ടുപിടിക്കാം, കാരണം ഇതൊരു സിമ്പിൾ ഇക്വേഷൻ ആണ്. അപ്പം നമുക്ക് ഇവിടുന്ന് പറയാം y = 4x - 1. ഈ രീതി പറയാം, y = 4x - 1. എന്നിട്ട് എന്ത് ചെയ്യും? ദേ ഉണ്ടോ, ഇവിടെ y = 3x + 3 ആണ്. ഇവിടെ നമുക്ക് y = 4x - 1 എന്ന് കിട്ടി. അപ്പൊ ഈ രണ്ട് വൈയും കൂടി അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്താൽ പോരെ? ഈ രണ്ട് വൈയും കൂടി. അപ്പൊ നമുക്ക് 3x + 3 = 4x - 1 ഇങ്ങനെ വരും. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എക്സിൽ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 3x-നെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 4x - 3x, അപ്പൊ എക്സ് വരും. ഈ -1-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 3 - ഈ -1 ഇപ്പുറത്ത് വരുമ്പം +1 ആയി. അപ്പൊ x = 4. നമുക്കിതുപോലെ വേരിയബിളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കഴിയുമ്പം പ്ലസ് ആവും, പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. ഇതൊക്കെ ബേസിക് ഫണ്ടമെന്റൽ ആണ്. മക്കൾക്ക് ആർക്കെങ്കിലും ബേസിക് ഫണ്ടമെന്റൽ അറിയില്ലെങ്കിൽ സാറിൻ്റെ 10ാം ക്ലാസ്സിലുള്ള CBSE ക്ലാസ് 10-ലെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് ഫണ്ടമെന്റൽസ്, ആ ഒരു പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് CBSE ക്ലാസ് 10-ലെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് ഫണ്ടമെന്റൽ പഠിച്ചാൽ മതി. സാറ് തന്നെ മുഴുവൻ ബേസിക് ഫണ്ടമെന്റലും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് x4 എന്ന് കിട്ടി. ഇനി ദേ നമുക്ക് y കണ്ടുപിടിക്കണം. y = 4x - 1 നമുക്ക് ഇവിടെ കിട്ടി. y = 4x - 1. അപ്പൊ നമുക്ക് x-ന്റെ വാല്യൂ 4 എന്ന് കിട്ടിയപ്പോൾ ഈ x-ന് പകരം 4 കൊടുത്താൽ 16 - 1 15. y = 15, x = 4. അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ x/y ആണ്. നേരെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 4/15. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും കൂടി നോക്കാം. നോക്കിയോ, എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh 1,00,000 രൂപ ഇൻ 2 സ്കീംസ് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് 7% and 6%. ആഫ്റ്റർ 1 year ദേ ഗോട്ട് 6,750 rupees as interest from both these together. How much did they invest in each scheme? അതായത് 1,00,000 രൂപ സാറിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് കരുതുക. സാർ എന്ത് ചെയ്തു? ഈ 1,00,000 രൂപ ഒരു 6% സ്കീമിലും 7% സ്കീമിലും 2 സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി ഒരാൾ 1,00,000 രൂപ 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. 7% 6% പലിശ നിരക്ക്.
ഒരു വർഷം കഴിഞ്ഞ് 2 പദ്ധതിയിൽ നിന്നുമായി 6750 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്, 1 ലക്ഷമുണ്ട്. നമ്മുടെ അടുത്ത് 2 ബാങ്കുകാർ വന്നു. ഒരാൾ പറയുവാണ് 7% തരാം, വേറൊരാൾ പറഞ്ഞു 6% തരാം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ 1 ലക്ഷത്തിൽ എക്സ് റുപ്പീസ് 7% ഇട്ടു. അപ്പൊ ബാക്കി വരുന്ന എത്രയാ? 1 lakh മൈനസ് എക്സ്. അത്രയും രൂപ 6% ഇട്ടു. ഇത് രണ്ടിലും കൂടി നമുക്ക് കിട്ടുന്ന പലിശ 6750 ആണ്. ഇത് രണ്ടിലും കൂടി നമുക്ക് കിട്ടുന്നത് 6750 രൂപ. അപ്പം നമ്മൾ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും? നമുക്കറിയാം എമൗണ്ട് എക്സ് ആണ്. 7% എന്ന് പറയുമ്പം 7/100 എക്സ് വരും. ഇത്രയും പലിശയാണ് ഇവിടെ കിട്ടിയത്. അതായത് 7% പലിശ കിട്ടി ഈ എക്സ് റുപ്പീസിന്. അപ്പൊ 7x/100. ഇനി ഇവിടെയുള്ള എമൗണ്ട് 1 lakh മൈനസ് എക്സ് ആണ്. അതിന് 6% കിട്ടി. അപ്പൊ നമുക്ക് 1 lakh മൈനസ് എക്സ് ഇൻറ്റു 6/100 അതിന്റെ പലിശ. ടോട്ടൽ നമുക്ക് 6750 കിട്ടി. ഇവിടെ 7x/100 1 lakh മൈനസ് എക്സ് ഇൻറ്റു 6/100. ഈ ഡിനോമിനേറ്റർ ഇങ്ങനെ 100 രണ്ട് സ്ഥലത്തും വന്നിട്ടുണ്ട്. അപ്പൊ LCM ആയിട്ട് ആ 100 കോമൺ എടുക്കാം. അപ്പൊ ഈ 100 ഇങ്ങോട്ട് കോമൺ എടുത്താൽ ഇവിടെ 7x ഉണ്ട്. 7x പ്ലസ് 1 lakh ഇൻറ്റു 6 എന്ന് പറയുമ്പം 6 lakh വരും. മൈനസ് എക്സ് ഇൻറ്റു 6 എന്ന് പറയുമ്പം 6x വരും. റൈറ്റ് സൈഡിൽ 6750. നമുക്കിവിടെ ഈ 7x മൈനസ് 6x വരുമ്പം എക്സ് മാത്രമായിട്ട് അത് ചുരുങ്ങും. ഇവിടെ നമുക്ക് 6 ലക്ഷം ഉണ്ട്. അപ്പൊ എക്സ് പ്ലസ് 6 ലക്ഷം ഈസ് ഈക്വൽ ടു, നമ്മൾ ഈ 100നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 6750 ഇൻറ്റു 100 6,70,50,000 കിട്ടും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം 6,70,50,000 മൈനസ് 6 ലക്ഷം 75,000. അപ്പൊ നമ്മൾ 6%, ഈ എക്സ് എന്ന് പറയുന്നത് 6% ഇട്ട പൈസയാണ് അല്ലേ? സോറി, എക്സ് 7%-ലും ബാക്കിയുള്ളത് 6%-ലുമാണ്. അപ്പൊ 7% ഇട്ട പൈസ എന്ന് പറയുന്നത് 75,000 ആണ്. 6% ഇട്ട പൈസ എന്ന് പറയുന്നത് നമുക്ക് 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ 1 ലക്ഷത്തിൽ 75,000 7% ഇട്ടു. അപ്പൊ ബാക്കിയുള്ള 1 lakh മൈനസ് എക്സ്, അതായത് 1 ലക്ഷത്തിൽ നിന്ന് 75,000 പോയാൽ ബാക്കി 25,000 രൂപ 6% ഇട്ടു. അപ്പോൾ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ 7% ഡിപ്പോസിറ്റ് 75,000. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ 6% ഡിപ്പോസിറ്റ് ഈസ് 25,000. നമുക്കിതുപോലെ കൂടുതൽ വീഡിയോസ് എക്സിലും വൈയിലും പ്രാക്ടീസ് ചെയ്യാൻ സാറിൻ്റെ കയ്യിൽ PDF ക്വസ്റ്റ്യൻസ് ഉണ്ട്. മക്കൾ സാറിനെ വാട്സപ്പിൽ വിളിച്ചാൽ സാർ അത് അയച്ചു തരിക മാത്രമല്ല, സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് മക്കളെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും. അത് ഗ്രൂപ്പായിട്ട് നിങ്ങൾ കുട്ടികളെ എല്ലാവരെയും കൂടി ഇരുത്തി സാറിൻ്റെ ടീച്ചേഴ്സ് ലൈവായിട്ട് പഠിപ്പിച്ചു തരും. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിലേക്കും മക്കൾ ഷെയർ ചെയ്യണം.